ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഫിസിക്സ് ഫോർ പ്രഷറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 9ാമത്തെ ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലെ 3ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ വിശദമായിട്ട് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് സോളിഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. കൂടാതെ നമ്മൾ മനസ്സിലാക്കിയ വേറൊരു കാര്യം ഹുക്സ് ലോ ആണ്. നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഹുക്സ് ലോയുടെ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്സ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. or stress by sin equal to a constant. That constant is known as modulus of elasticity. കൂടാതെ നമ്മൾ പറഞ്ഞത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. എക്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്തു. കൂടാതെ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒരു ഇലാസ്റ്റിക് ബോഡിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതും അതിൻ്റെ നാച്ചറും നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട സോളിഡ്സിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. ദാറ്റ് ഈസ് അപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ടോപ്പിക്. കൂടാതെ നിങ്ങളെ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കാണ് അപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽസ്. നമുക്കെല്ലാം ഫെമിലിയർ ആയ ഒരു കാര്യമാണ്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹെവി മാസുകളൊക്കെ തന്നെ ലിഫ്റ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു ഹെവി മാസ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്രെയിനിൽ ഉപയോഗിച്ചിരിക്കുന്ന റോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീൽ. കാരണം സ്റ്റീലിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീൽ വയർ ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റീൽ വയറിൻ്റെ ഡയാമീറ്റർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു സിറ്റുവേഷൻ ഇവിടെ കൺസിഡർ ചെയ്യാണ്. നമുക്കിവിടെ 1 ടൺ മാസുള്ള ഒരു ബ്ലോക്കിനെ ഉയർത്തണമെന്ന് വിചാരിക്കാം. ഇതാണ് 1 ടൺ. 1 ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000 കിലോഗ്രാം ആണ്. അത്തരത്തിലുള്ള ഒരു മാസിനെ ഒരു സ്റ്റീൽ റോപ്പ് ഉപയോഗിച്ച് ഉയർത്തുന്ന സമയത്ത് ആ റോപ്പിൻ്റെ ഡയാമീറ്ററാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റോപ്പ് സ്റ്റീൽ ആണ്, സ്റ്റീൽ വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁸ Nm/m² ആണ്. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ റോപ്പിൽ ഉണ്ടാവുന്ന വർക്കിംഗ് സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത് ഇലാസ്റ്റിക് ലിമിറ്റിനേക്കാൾ കുറവായിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ സ്റ്റീൽ റോപ്പ് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 1 ടൺ മാസുള്ള ഒരു ബോഡിയിൽ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സേഫ്റ്റി ഫാക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ 10 അതായത് 10,000 കിലോഗ്രാം മാസുള്ള ഒരു ബോഡീനെ ലിഫ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായുള്ള റേഡിയസ് ആണ് കണ്ടെത്തുന്നത്. അതായത് നമ്മൾ സേഫ്റ്റി ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈഡ് ബൈ 10 ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 1000 കിലോഗ്രാം മാസാണ് ഉയർത്തണമെങ്കിൽ കൂടി 10,000 കിലോഗ്രാം മാസുള്ള ഒരു ബോഡീനെ ലിഫ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ റോപ്പിൻ്റെ റേഡിയസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇറ്റ് ഈസ് ഫോർ സേഫ്റ്റി മെഷർ. അപ്പോൾ നമുക്കിവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടെ ഈ ഒരു മാസ് ഇവിടെ ഇതാകുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് F = mg താഴത്തേക്ക് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന 10,000 കിലോഗ്രാം ആയതുകൊണ്ട് അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ താഴത്തേക്കുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 10,000 × 10 ദാറ്റ് ഈസ് G ആണ്. ജിയുടെ വാല്യൂ നമ്മൾ 10 എടുത്തിരിക്കുന്നത്. സോ വിൽ ഗെറ്റ് 10⁵ N. നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. സ്ട്രെസ് = ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇവിടുത്തെ സ്റ്റീലിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁸ Nm/m² ആണ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തു 3 × 10⁸ = 10⁵ ഡിവൈഡഡ് ബൈ എ. എന്ന് പറയുന്ന ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി വയർ ആണ്. നമുക്കറിയാം ഏരിയ ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അത് സർക്കിളാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ നമ്മൾ 3.14 × r². ഓക്കെ. സോ r² = 10⁵ ഡിവൈഡഡ് ബൈ 3 × 10⁸ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇൻറ്റു 3.14. ഓക്കെ. സോ വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 1.06 × 10⁻⁻⁴ ദാറ്റ് ഈസ് r². അപ്പോൾ നമുക്ക് r അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ കിട്ടും. ദാറ്റ് ഈസ് 0.0103 മീറ്റർ. ഒന്നുകൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 1.03 സെൻറ്റിമീറ്റർ ആയിരിക്കണം ആ വയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയമീറ്റർ അതിൻ്റെ 2x ആയിരിക്കും. ഈ തരത്തിലാണ് നമ്മൾ ഇതിൻ്റെ വയറിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ സേഫ്റ്റി ഫാക്ടറായി 10 എടുക്കാനുള്ള കാരണം നമുക്കറിയാം കാലപ്പഴക്കം കൂടുന്നതിനനുസരിച്ചിട്ട് ഈ സ്റ്റീൽ റോപ്പിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ വാല്യൂ കുറയും. അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതിനെ 10 എന്നുള്ളൊരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് ഇലാസ്റ്റിക് ലിമിറ്റ് കുറയുന്നതിനനുസരിച്ച് വർക്കിംഗ് സ്ട്രെസ്സിൻ്റെ വാല്യൂ ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 10 എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സ്റ്റീൽ വയർ എടുത്തിരിക്കുന്നത് ഒരു റിജിഡായ ഒരു വയറായിട്ടല്ല എടുത്തിരിക്കുന്നത്. ദി സ്റ്റീൽ വയർ ഈസ് ബ്രൈഡഡ് ടുഗദർ. ദാറ്റ് ഈസ് ദ റോപ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എ നമ്പർ ഓഫ് തിൻ വയേഴ്സ്. ഇങ്ങനെ മടഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് ഈ സ്റ്റീൽ വയർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവിടെ
അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കിവിടെ ഈ റോപ്പിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ മാക്സിമം കുറയുകയാണ് വേണ്ടത്. അതായത് ഈ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിലായിട്ട് വേണം ഈ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ കുറയണമെങ്കിൽ ഏരിയ ക്രോസ് സെക്ഷൻ മാക്സിമം ആവണം. അപ്പോൾ ഒരു തിക്കായിട്ട് റോഡ് ഉപയോഗിക്കുന്നതിനേക്കാൾ ഇതിങ്ങനെ റോപ്സുകൾ ഈ നമ്പർ ഓഫ് തിൻ വയേഴ്സായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏരിയയുടെ വാല്യൂ കൂടും. അപ്പോൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ പരമാവധി കുറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇങ്ങനെ ബ്രൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും അതേപോലെ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനൊക്കെ തന്നെ കഴിയും. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇലാസ്റ്റിക് ബിഹേവിയർ മെറ്റീരിയൽസിൻ്റെ ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഐ ഷേപ്പ് ഓഫ് പില്ലേഴ്സ് ഓഫ് ബ്രിഡ്ജ്. നമുക്കറിയാം ബ്രിഡ്ജുകൾ അതുപോലെ പില്ലറുകളൊക്കെ തന്നെ ഹെവി ലോഡ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പാലങ്ങളിലൂടെയൊക്കെ തന്നെ കടന്നു പോകുന്ന വെഹിക്കിൾസിൻ്റെയൊക്കെ ലോഡ് വളരെ കൂടുതലാണ്. അതേപോലെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ പില്ലറുകളുടെ സ്ട്രെങ്ത് വളരെ കൂടിയാൽ മാത്രമേ അതിൻ്റെ മുകളിൽ വരുന്ന കോൺക്രീറ്റ് വളരെ ഹെവി ആയിട്ടുള്ള കോൺക്രീറ്റ് നമുക്കതിനെ സപ്പോർട്ട് നിർത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ കോൺക്രീറ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഏറെക്കുറെ സ്റ്റീലിനോട് ഈക്വലൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിൽ കോൺക്രീറ്റിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയർ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ കോൺക്രീറ്റിൻ്റെ മുകളിലൂടെ സേഫായിട്ട് ഒരു ഹെവി ലോഡ് നമുക്ക് സപ്പോർട്ട് ചെയ്യിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് നമ്മൾ സാധാരണ നമ്മൾ കോമൺ ലാംഗ്വേജിൽ തൂണ് അല്ലെങ്കിൽ പില്ലർ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം സിവിൽ എഞ്ചിനീയറിംഗ് അവർ കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് ഉപയോഗിക്കുന്ന ടേമുകളാണ്. ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സുകളെ കോളം എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഹൊറിസോണ്ടലായി ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകളെ ബീം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ ഫോം ഈ തരത്തിലുള്ള ഒരു ബീമായി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്ന ഹെവി വെഹിക്കിൾസിൻ്റെ ലോഡിൻ്റെ ഫലമായിട്ട് അതിൻ്റെ മാസിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം അവിടെ ഒരു സാഗിങ് ഉണ്ടാവും. അതായത് വളരെ ഹെവി ആയിട്ടുള്ള ഒരു മാസ് ഈ ഒരു ബാറിന് മുകളിലൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിങ്ങോട്ട് കുറച്ച് താഴത്തേക്ക് ഡിപ്രസ് ചെയ്യും. അതിനാണ് നമ്മൾ സാഗിങ് എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഒരു ബാർ നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ബാറിൻ്റെ ലെങ്ത്ത് L ആണ്, അതിൻ്റെ ബ്രെഡ്ത്ത് B ആണ്, അതുപോലെ അതിൻ്റെ ഡെപ്ത്ത് D ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു W എന്നുള്ള ഒരു വെയിറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സാഗിങ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെൻ ലോഡഡ് അറ്റ് ദി സെൻറ്റർ ബൈ എ ലോഡ് W സാഗ്സ് SAGS ബൈ എൻ എമൗണ്ട് ഗിവൺ ബൈ ഡെൽറ്റ എന്നുള്ള ലെറ്റർ ഉപയോഗിക്കുന്നത്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു WL³ ഡിവൈഡഡ് ബൈ 4BD³Y. ദാറ്റ് ഈസ് ദ ഫോർമുല വേർ Y is the Young's modulus of the beam and L is the length, B is the breadth and D is the thickness. ഇവിടെ നമുക്ക് വേണ്ടത് ഈ സാഗിങ്ങിൻ്റെ അളവ് പരമാവധി കുറയണം. കാരണം എന്താ വെച്ചാൽ ഹെവി ആയിട്ടുള്ള വെഹിക്കിൾസ് അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ബ്രിഡ്ജ് പരമാവധി ഈ താഴത്തേക്ക് ഡിപ്രസ് ചെയ്യുന്നതിൻ്റെ തോത് കുറയ്ക്കണം. അപ്പോൾ ടു റെഡ്യൂസ് ഡെൽറ്റ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഡെൽറ്റ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഡബ്ല്യുവിൻ്റെ വാല്യൂ പരമാവധി കുറയണം. അതായത് മാസ് അല്ലെങ്കിൽ വെയിറ്റ് പരമാവധി കുറയണം. പക്ഷെ നമുക്ക് അത് കൃത്യമായിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് ഒരു ബ്രിഡ്ജിലൂടെ കടന്നു പോകുന്ന എത്ര മാസ് അല്ലെങ്കിൽ എത്ര വെയിറ്റുള്ള വെഹിക്കിളാണ് അതിൽ കടന്നു പോകുന്നത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. അതുപോലെ Lൻ്റെ വാല്യൂ പരമാവധി കുറയ്ക്കണം, ലെങ്ത്ത് കുറയ്ക്കണം. ഓക്കെ. അതേപോലെ തന്നെ ഡെൽറ്റ കുറയ്ക്കാനുള്ള വേറൊരു മാർഗം എന്ന് പറയുന്നത് ബിയുടെ വാല്യൂ ബ്രെഡ്ത്ത് കൂട്ടുക എന്നുള്ളതാണ്. അതേപോലെ ഡിയുടെ വാല്യൂ കൂട്ടുക. ഓക്കെ. അതുപോലെ എക്സ് മോഡുലസിൻ്റെ വാല്യൂ പരമാവധി കൂട്ടാം. എക്സ് മോഡുലസ് ഏറ്റവും കൂടിയ കോൺക്രീറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ എക്സ് മോഡുലസ് മാക്സിമം ആണ്. അതുകൊണ്ട് അങ്ങനെ ഡെൽറ്റ കുറയ്ക്കാം. നമുക്കറിയാം ഈ ഡെൽറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു B⁻⁻1 ആണ്. അതേസമയം ഇവിടെ ഡെൽറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/D³ ഓർ D⁻³ ആണ്. അപ്പോൾ അവിടെ D³ താഴെ വരുന്നത് കൊണ്ട് ഡെപ്ത്ത് കൂട്ടുന്നത് കൊണ്ടാണ് ഡെൽറ്റയുടെ വാല്യൂ പരമാവധി കുറഞ്ഞ് കിട്ടുക. ഇവിടെ ബ്രെഡ്ത്ത് മാക്സിമം കൂട്ടിക്കഴിഞ്ഞാൽ ഡെൽറ്റ കുറയും. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ ഗുണം ആവുക ഡിയുടെ വാല്യൂ കൂട്ടുക എന്നുള്ളതാണ്. ഡി കൂട്ടുന്ന സമയത്ത് D³ ആയിട്ടാണ് കൂടുന്നത്. അപ്പോൾ ഡെൽറ്റ ഒന്നുകൂടി നന്നായിട്ട് കുറയും. അപ്പോൾ നമുക്ക് തിക്നെസ് ഓഫ് ദി ബീം പരമാവധി കൂട്ടുകയാണ് വേണ്ടത്. പക്ഷേ തിക്നെസ് ഓഫ് ദ ബീം ഒരു ലിമിറ്റിലധികം കൂട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നോക്കൂ. ഇതാണ് നമ്മുടെ തിക്നെസ് വിചാരിക്കാം D. ഈ D ഒരു ഹെവി ലോഡ് ഇതിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വെഹിക്കിൾസിൻ്റെ ഒക്കെ ലോഡ് വളരെ ഹെവി ആണെങ്കിൽ അവിടെ എന്താ വെച്ചാൽ ഈ ഒരു തരത്തിലുള്ള ബെൻഡിങ് വരും. ഇതിനെ നമ്മൾ ബക്ലിംഗ് എന്നാണ് പറയുന്നത്. BUCKLING ബക്ലിംഗ്. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ബക്ലിംഗ് വന്നു കഴിഞ്ഞാൽ ഇത് ക്രാക്കായി പോകും. അപ്പോൾ ആ ബക്ലിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പില്ലറുകളുടെ ഷേപ്പ് ഈ തരത്തിലാണ് എടുത്തിരിക്കുക. ഈ ഭാഗത്തും ഏരിയ കൂട്ടിയിട്ട് ഇവിടെ ഏരിയ കുറഞ്ഞു ഒരു ഐ ഷേപ്പ് ഫോമിലുള്ള പില്ലറുകളായിട്ടാണ് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ റെയിലുകളുടെയൊക്കെ ഷേപ്പ് നോക്കിയാൽ അറിയാം. മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഇടയ്ക്കുള്ള റീജിയനിലെ ഭാഗത്ത് അവിടെ ഏരിയ കുറവാണ് അല്ലെങ്കിൽ അവിടുത്തെ മെറ്റീരിയലിൻ്റെ അളവ് കുറവാണ്. അതാണ് ഇതിൻ്റെ
ഐ ഷേപ്പ് ഉപയോഗിക്കാനുള്ള കാരണം. അപ്പോൾ ഐ ഷേപ്പ് ഉപയോഗിക്കുന്നതിനുള്ള ഗുണം എന്ന് പറയുന്നത് ഇവിടെ ബക്ലിംഗ് കുറയ്ക്കാൻ കഴിയുന്നതാണ് ഒരു കാര്യം. രണ്ടാമത് നമുക്ക് ഹാൻഡിൽ ഹൈ ഷിയർ സ്ട്രെസ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. സ്ട്രെസ് പരമാവധി കുറയണം. സ്ട്രെസ് കുറയണമെങ്കിൽ നമുക്കറിയാം ഏരിയയുടെ വാല്യൂ കൂട്ടണം. അപ്പോൾ ഈ തരത്തിലുള്ള ഈ രണ്ട് ഭാഗത്തും ഏരിയ മാക്സിമം കൂട്ടിക്കഴിഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ പരമാവധി കുറയ്ക്കാൻ കഴിയും. അതേപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയും. ഈ ഭാഗത്ത് ഉള്ള മെറ്റീരിയൽ കുറവായതുകൊണ്ട് ഇത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഐ ഷേപ്പുള്ള പില്ലേഴ്സ് ആയി കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ. ഇതാണ് ഇതിൻ്റെ ഇലാസ്റ്റിൻ്റെ രണ്ടാമത്തായിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ. ഓക്കെ, മൂന്നാമത്തായിട്ടൊരു അപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു ഫാക്റ്റാണ്. മാക്സിമം ഹൈറ്റ് ഓഫ് മൗണ്ടൻ ഓൺ എർത്ത് ഈസ് നിയർലി 10 കിലോമീറ്റർ. അത് എർത്തിൻ്റെ മുകളിലുള്ള മാക്സിമം ഒരു മൗണ്ടൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് എർത്തിൻ്റെ മുകളിലുള്ള ഒരു മൗണ്ടൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നിയർലി 10 കിലോമീറ്റർ. നമുക്ക് എങ്ങനെ കിട്ടുന്നത് നോക്കാം. ഈ തരത്തിൽ നമ്മളൊരു മൗണ്ടൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ തന്നെ ഭാഗത്തുള്ള കംപ്ലീറ്റ് വെയിറ്റ് ആണ് ഈ ഭാഗത്ത് ആക്ട് ചെയ്യുക, അല്ലേ? അപ്പോൾ നമുക്കറിയാം റോക്സ് എന്നത് ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന ഒരു മെറ്റീരിയലാണ്. റോക്കിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നിയർലി ഓഫ് ദ ഓർഡർ ഓഫ് 3 × 10⁻⁴ Nm/m² തന്നെയാണ്. സ്റ്റീലിൻ്റെ ആൾമോസ്റ്റ് അതേ വാല്യൂ തന്നെയാണ്. അതേപോലെ നമുക്കറിയാം ഈ റോക്ക് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മൗണ്ടൻ്റെ ഡെൻസിറ്റി പല ഭാഗത്തും വ്യത്യാസം. താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ സപ്രഷൻ കൂടുതലായതുകൊണ്ട് ഡെൻസിറ്റി കൂടുതലായിരിക്കും. പക്ഷേ ഒരു ആവറേജ് ഡെൻസിറ്റി നമ്മൾ ഒരു റഫ് കാൽക്കുലേഷൻ വേണ്ടി എടുക്കുന്നത് 3000 kg/m³ ആയിട്ടാണ് ഈ റോക്കിൻ്റെ ഡെൻസിറ്റി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആദ്യം കാണാം. സ്ട്രെസ് ഈസിക്കുള്ള നമുക്കറിയാം ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. എം ജി ആണ് എഫ് എന്ന് പറയുന്നത്, mg ഡിവൈഡഡ് ബൈ എ. മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാസ് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ എ ആണ് ഏരിയ ക്രോസ് സെക്ഷൻ, എച്ച് ആണ് ഹൈറ്റ് എങ്കിൽ എ ഇൻറ്റു എച്ച് എന്നുള്ളത് വോളിയമായിട്ട് എടുക്കാം. സോ എ എച്ച് ഇൻറ്റു റോ അതായിരിക്കും അവിടുത്തെ മാസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. ദാറ്റ് ഈസ് എ എച്ച് റോ ജി ഡിവൈഡഡ് ബൈ എ. ഇറ്റ് ക്യാൻ ക്യാൻസൽ. ഓക്കെ, സോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എച്ച് റോ ജി. സ്ട്രെസ്സിൻ്റെ വാല്യൂ റോക്കിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 3 × 10⁸ ആണ്. 3 × 10⁸ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു റോ. നമ്മൾ പറഞ്ഞു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 3000 ആണ്. ജിയുടെ വാല്യൂ റഫായിട്ട് നമ്മൾ 10 എടുക്കണം. ഓക്കെ, സോ ദ വാല്യൂ എച്ച് ഈസ് ഈക്വൽ ടു 3 × 10⁸ ഡിവൈഡഡ് ബൈ, നമുക്കിതെല്ലാം കൂടി 3 × 10⁴ എന്ന് എഴുതാം. ഓക്കെ, 3 3 ക്യാൻസൽ. സോ ദ ആൻസർ ബിക്കം 10⁴ മീറ്റർ ഓർ ഇറ്റ് ഈസ് 10 കിലോമീറ്റർ. അപ്പോൾ മാക്സിമം ഹൈറ്റ് എർത്തിൻ്റെ മുകളിൽ ഉണ്ടാകാൻ പറ്റാവുന്ന മൗണ്ടിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10 കിലോമീറ്റർ. നമുക്കറിയാവുന്ന കാര്യം മൗണ്ട് എവറസ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ദിസ് വാല്യൂ. മൗണ്ട് എവറസ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നിയർലി 8849 മീറ്ററാണ്. അപ്പോൾ ഇതാണ് വേറെ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ബിഹേവിയർ മെറ്റീരിയലിൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യം നമ്മൾ പറഞ്ഞു ഒരു റോപ്പ്, ക്രൈനിൽ ഉപയോഗിക്കുന്ന റോപ്പിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുന്ന വിധം മനസ്സിലാക്കി. രണ്ടാമത് എന്തുകൊണ്ടാണ് ബീമുകളൊക്കെ തന്നെ ഐ ഷേപ്പ് ഫോമിൽ ഉണ്ടാക്കാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. അതിൻ്റെ കോസ്റ്റ് ഇഫക്റ്റീവാണ്. അതുകൂടാതെ അവിടെ അതിൻ്റെ ബക്ലിംഗ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഐ സെക്ഷനായിട്ടുള്ള തരത്തിൽ ബീമുകളും അതുപോലെ തന്നെ പില്ലറുകളൊക്കെ തന്നെ നിർമ്മിക്കുന്നത്. മൂന്നാമത് പറഞ്ഞത് ഒരു മാക്സിമം സ്ട്രക്ചർ, ഒരു റോക്കിൻ്റെ മാക്സിമം സ്ട്രക്ചർ ഭൂമിയിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതിന് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നിയർലി ഓഫ് ദ ഓർഡർ ഓഫ് 10 കിലോമീറ്റർ. അത് ഏറെക്കുറെ മൗണ്ട് എവറസ്റ്റിൻ്റെ ഹൈറ്റിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതലാണ് നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെയാണ് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽസിൻ്റെ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ്. ചാപ്റ്ററിലെ തിയറി പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസിലുള്ള കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, എ സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് 4.7 meter and a cross-sectional area 3 × 10⁻⁵ m² stretches by amount as copper wire of length 3.5 meter and cross-sectional area 4 × 10⁻⁵ m² under a given load. രണ്ട് വയറുകൾ തന്നിരിക്കുകയാണ്, ഒരു സ്റ്റീൽ വയറും ഒരു കോപ്പർ വയറും. രണ്ടിൻ്റെയും ഏരിയ ക്രോസ് സെക്ഷൻ ഡിഫറൻ്റ് ആണ്. അതേപോലെ രണ്ടിൻ്റെയും ലെങ്ത്തും ഡിഫറൻ്റ് ആണ്. ഇത് രണ്ടിലും ആയിട്ട് ഒരു ലോഡ് കൊടുത്തിരിക്കുകയാണ്. ലോഡ് കൊടുത്തിരിക്കുന്നതിൻ്റെ വാല്യൂ ഒരേപോലെ തന്നെയാണ്. ഇനി ഇത് രണ്ടും സ്ട്രെച്ച് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ദ സെയിം വാല്യൂ. അതായത് രണ്ടിലും ഉണ്ടാകുന്ന ഡെൽറ്റ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആണ്. അതേപോലെ ലോഡും സെയിം ആണ്.
വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ടു ദാറ്റ് ഓഫ് കോപ്പർ? നമുക്ക് സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് ഡിവൈഡഡ് ബൈ കോപ്പറിൻ്റെ യങ്സ് മോഡുലസിൻ്റെ ആ റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതാണ് സ്റ്റീൽ വയർ, അതിൻ്റെ ലെങ്ത്തും ഏരിയ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. അതേപോലെ കോപ്പർ വയർ, അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ അത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ദാറ്റ് ഈസ് എഫ് ബൈ എ ബൈ ഡെൽറ്റ എൽ ബൈ എൽ നമ്മൾ പഠിച്ചതാണ്. സോ എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. നമ്മൾ കണ്ടെത്തേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വൈ എസ് ബൈ വൈ സി യു ആണ്. സി യു മീൻസ് കോപ്പർ. അപ്പോൾ നമുക്ക് വൈ എസിൻ്റെ വാല്യൂം വൈ സിൻ്റെ വാല്യൂം എഴുതി നോക്കാം. വൈ എസ് ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു ലോഡ് സെയിം ആയതുകൊണ്ട് എഫ് എന്ന് അതേപോലെ എഴുതിയാൽ മതി. എൽ എസ് ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് സ്റ്റീൽ വയർ ഡിവൈഡഡ് ബൈ എ എസ് ഇൻറ്റു ഡെൽറ്റ എൽ സെയിം ആണ്. അതുകൊണ്ട് ഡെൽറ്റ എല്ലിന് പ്രത്യേകമായി എഴുതേണ്ടതില്ല. അതേപോലെ വൈ ഓഫ് സി യു ഇസ് ഈക്വൽ ടു എഫ് എൽ സി യു ഡിവൈഡഡ് ബൈ എ സി യു ഇൻറ്റു ഡെൽറ്റ എൽ. ഇവിടെ ഡെൽറ്റ എല്ലും രണ്ടിന് സെയിം ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് വൈ എസ് ഡിവൈഡഡ് ബൈ വൈ സി യു ആണ്. അതായത് റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ടു യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ. ദാറ്റ് ഈസ് എഫ് ഇൻറ്റു എൽ എസ് ഡിവൈഡഡ് ബൈ എ എസ് ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഈ ഫാക്ടറാണ് വരിക. അപ്പോൾ അതിന് നമുക്ക് റെസിപ്രോക്കൽ എടുക്കാം. അപ്പോൾ എ ഇൻറ്റു സി യു മുകളിലേക്ക് പോകും, അതേപോലെ എ സി യു മുകളിലേക്ക് പോകും, അതുപോലെ ഡെൽറ്റ ഡിവൈഡഡ് ബൈ എഫ് എൽ ഇൻറ്റു സി യു. ഇവിടെ നമുക്കറിയാം എഫിൻ്റെ വാല്യൂ ക്യാൻസൽ ചെയ്യും, അതേപോലെ ഡെൽറ്റ എല്ലും ക്യാൻസൽ ചെയ്യും. സോ ബാക്കി വരുന്നത് എൽ എസ് ഇൻറ്റു എ സി യു ഡിവൈഡഡ് ബൈ എൽ സി യു ഇൻറ്റു എ എസ്. ഈ വാല്യൂസ് എല്ലാം തന്നെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. സ്റ്റീൽ വയറിൻ്റെ ലെങ്ത്ത് 4.7 ആണ് തന്നിട്ടുണ്ട് മീറ്റർ ഇൻറ്റു ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് കോപ്പർ തന്നിരിക്കുന്നത് 4 × 10⁻⁵ ആണ്. ദാറ്റ് ഈസ് ഹിയർ 4 × 10⁻⁵ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോപ്പറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3.5 ആണ്. അതുപോലെ അതിൻ്റെ സ്റ്റീലിൻ്റെ ഏരിയ പ്രഷർ എന്ന് പറഞ്ഞാൽ 3 × 10⁻⁵ ആണ്. അപ്പോൾ നമുക്ക് ചെയ്ത ആൻസർ കിട്ടും 18.8 ഡിവൈഡഡ് ബൈ 10.5. റേഷ്യോനാക്കുന്നതിന് വേണ്ടി നമ്മളതിൻ്റെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1.7 ഡിവൈഡഡ് ബൈ 1 അല്ലെങ്കിൽ റേഷ്യോ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം 1.79:1. ഇതാണ് റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ വയർ ടു ദാറ്റ് ഓഫ് കോപ്പർ വയർ. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഫിഗർ ഷോസ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ ഗിവൺ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ യങ്സ് മോഡുലസ് ആൻഡ് അപ്രോക്സിമേറ്റ് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ദിസ് മെറ്റീരിയൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ഷേപ്പ് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്, അതായത് ഇലാസ്റ്റിക് റീജിയൻ കാണിക്കുന്ന അത്രയും ഭാഗത്ത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതൊരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യങ്സ് മോഡുലസ് ആണ്. നമ്മൾ പഠിച്ചത് വേറൊരു ഫാക്റ്റാണ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന എന്താണ്? യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എ പാർട്ടിൻ്റെ ആൻസർ കിട്ടും. ഇവിടെ നോക്കൂ, ഡിഫറൻറ്റ് സ്ട്രെയിനുകൾ കൊടുത്തിട്ടുണ്ട്, ഡിഫറൻറ്റ് സ്ട്രെസ്സുകൾ കൊടുത്തിട്ടുണ്ട്. സ്ട്രെസ് ഇൻറ്റു 10⁻⁶ Nm/m² ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 0.01 കറസ്പോണ്ടിങ് ആയ സ്ട്രെസ്, അതുപോലെ 0.02 തരത്തിലാണ് ഗ്രാഫ് വരച്ചിരിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ 0.02 കറസ്പോണ്ടിങ് ആയിട്ട് 150 എളുപ്പത്തിൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് 0.01 ഒരു പോയിന്റ് ഉണ്ട്, 0.02 150 തരത്തിലാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കർവിൻ്റെ സ്ലോപ്പ് കണ്ടെത്താം. അതായത് യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അതായത് 150 ആണ് ഇവിടുത്തെ സ്ട്രെസ്, അതിന് കറസ്പോണ്ടിങ് ആ സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.002 ആണ്. സോ 150 × 10⁻⁶ divided by 0.002. The answer is 75 × 10⁻⁹ Nm/m². ഇനി ഇതല്ല വേറെ ഏതൊരു പോയിന്റിലും സ്ട്രെസ്സും കറസ്പോണ്ടിങ് സ്ട്രെയിനും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ആൻസറിനെ കിട്ടുക. കാരണം ഇതൊരു സ്ട്രൈറ്റ് ലൈനാണ്. ഈ സ്ട്രൈറ്റ് ലൈൻ്റെ സ്ലോപ്പ് ഏതൊരു ഭാഗത്ത് എടുത്തു കഴിഞ്ഞാലും കിട്ടുന്നത് ഒരേ വാല്യൂ ആയിരിക്കും. അത് ഈ ഗ്രാഫിനെ സംബന്ധിച്ച് അതിൻ്റെ സ്ലോപ്പ് അത് പറഞ്ഞാൽ അതിൻ്റെ യങ്സ് മോഡുലസ് ആയിരിക്കും. ഓക്കെ. ഇനി ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇലാസ്റ്റിക് റീജിയൻ്റെ മാക്സിമം പോയിൻ്റാണ് ഈ ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയുള്ള സ്ട്രെസ്സിൻ്റെ വാല്യൂവിനാണ് നമ്മൾ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം ഏറെക്കുറെ ഇതുവരെയാണ് ഗ്രാഫ് സ്ട്രൈറ്റ് ആയി പോകുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഈസ് നിയർലി 300 അടുത്ത് വരുന്നുണ്ട്. സോ ദ ഈൽഡ് സ്ട്രെങ്ത് ദ വാല്യൂ ഈസ് 300 × 10⁻⁶ Nm/m². ഇങ്ങനെയാണ് ഈൽഡ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ കണ്ടെത്തിയത്. അതേപോലെ സ്ലോപ്പ് കണ്ടെത്തിയപ്പോൾ നമുക്ക് ഇതിൻ്റെ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ കിട്ടി. അടുത്ത പ്രോബ്ലം. ദി സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ 2 മെറ്റീരിയൽസ് എ ആൻഡ് ബി ആർ ഷോൺ. ക്വസ്റ്റ്യൻസ്: വിച്ച് ഓഫ് ദ 2 മെറ്റീരിയൽ ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ് ആൻഡ് വിച്ച് ഓഫ് ദ 2 ഈസ് സ്ട്രോങ്ങർ മെറ്റീരിയൽ. എ ബി എന്നുള്ള 2 മെറ്റീരിയൽസിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 സ്ട്രെസ് സ്ട്രെയിൻ കർവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ കണ്ടെത്തണം. ഒന്ന് അതിൻ്റെ യങ്സ് മോഡുലസും ഏത് മെറ്റീരിയലാണ് കൂടുതൽ സ്ട്രോങ്ങർ എന്ന് കണ്ടെത്തണം. നമ്മൾ പഠിച്ചൊരു ഫാക്റ്റാണ്
സ്ലോപ്പ് ഓഫ് ദി സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഗീവ്സ് ദി യങ്സ് മോഡുലസ്. അതായത് സ്ലോപ്പ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യങ്സ് മോഡുലസ്. സ്ലോപ്പ് കൂടുതൽ പറഞ്ഞാൽ അർത്ഥം അതിൻ്റെ യങ്സ് മോഡുലസ് കൂടുതലാണ്. അപ്പോൾ സ്ലോപ്പ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യങ്സ് മോഡുലസ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാം ടാൻ തീറ്റ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സ്ലോപ്പ് ആയിരിക്കും. ഇവിടെ രണ്ട് ആംഗിൾസും പരിശോധിച്ച് കഴിഞ്ഞാൽ എ എന്നുള്ള മെറ്റീരിയലിൻ്റെ ആംഗിൾ തീറ്റ എ, ബി എന്നുള്ള മെറ്റീരിയലിൻ്റെ ആംഗിൾ തീറ്റ ബി. ഇതിൽ നിന്ന് ഡയഗ്രത്തിന് ക്ലിയർ ആണ്. ഈ ആംഗിളാണ് എ എന്നുള്ള മെറ്റീരിയലിൻ്റെ ആംഗിളാണ് ഈ കർവ് ഈ സ്ട്രെയിനെ എക്സസൈസ് ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് കൂടുതൽ. സോ തീറ്റ എ ഈസ് ഗ്രേറ്റർ ദെൻ തീറ്റ ബി. അപ്പോൾ ആംഗിൾ കൂടുതൽ എ എന്നുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ടാൻ തീറ്റ എ ഈസ് ഗ്രേറ്റർ ദെൻ ടാൻ തീറ്റ ബി. ദാറ്റ് മീൻസ് ഫോർ ദ മെറ്റീരിയൽ എ യങ്സ് മോഡുലസ് ഈസ് ഗ്രേറ്റർ. കാരണം ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് കൂടുതൽ. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ടു മെറ്റീരിയൽ ഈസ് സ്ട്രോങ്ങർ എന്നുള്ളതാണ്. ഇവിടെ ഡയഗ്രം നോക്കിയാൽ അറിയാം രണ്ട് കേസിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് സെയിമാണ്. ഒരേ ഫോഴ്സ് എഫ് എയും എഫ് ബിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിമാണ്. അത്തരത്തിലുള്ള ഫോഴ്സ് കൊടുക്കുമ്പോൾ രണ്ടിലും ഉണ്ടാകുന്ന സ്ട്രെയിനിൻ്റെ വാല്യൂ നോക്കിയാൽ അറിയാം. ഇവിടുത്തെ സ്ട്രെയിൻ ഇത്രയാണ്, അതേസമയം ഇവിടുത്തെ സ്ട്രെയിൻ ഇത്ര കുറവാണ്. അതായത് സ്ട്രെയിൻ ഈസ് മോർ ഫോർ ദ മെറ്റീരിയൽ എ. അതായത് ഇഫ് ദ സെയിം ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഹിയർ, strain is more for മെറ്റീരിയൽ എ. ഏതെല്ലാം മെറ്റീരിയലാണ് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ഏതെല്ലാം മെറ്റീരിയലാണ് കൂടുതൽ സ്ട്രോങ്ങർ. ദാറ്റ് ഈസ് എ ഈസ് സ്ട്രോങ്ങർ മെറ്റീരിയൽ. അതേപോലെ യങ്സ് മോഡുലസ് കൂടുതലും എ എന്നുള്ള മെറ്റീരിയലാണ്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കാം. Read the following statements carefully and state with a reason if it is true or false. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് ട്രൂ ഓർ ഫാൾസ് എന്ന് പറയണം. അതിൻ്റെ റീസണും സ്പെസിഫൈ ആയി പറയണം. യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. റബ്ബറിൻ്റെ യങ്സ് മോഡുലസ് സ്റ്റീലിനേക്കാൾ കൂടുതലാണെന്ന സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് നോക്കാം. യങ്സ് മോഡുലസിൻ്റെ വാല്യൂ y is equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഓക്കെ, ഇനി ഫോർ എ കോൺസ്റ്റൻറ്റ് സ്ട്രെസ്സിൻ്റെ വാല്യൂ നമ്മൾ കോൺസ്റ്റൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? y is proportional to 1 by strain or y is inversely proportional to strain. റബ്ബറിനെ സംബന്ധിച്ച് നമുക്കറിയാം റബ്ബറിൽ ഉണ്ടാകുന്ന സ്ട്രെയിനിൻ്റെ വാല്യൂ കൂടുതലാണ് സ്റ്റീലുമായി കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ സ്ട്രെയിനിൻ്റെ വാല്യൂ കൂടുന്ന സമയത്ത് യങ്സ് മോഡുലസിൻ്റെ വാല്യൂ കുറവായിരിക്കും. പക്ഷേ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഇസ് ഗ്രേറ്റർ എന്നാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റബ്ബർ എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ സ്ട്രെച്ചിങ് ഓഫ് കോയിൽ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് ഷിയർ മോഡുലസ്. ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പുമായി ബന്ധപ്പെട്ട് വേരിയേഷൻ വരുമ്പോഴാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിനെ റിജിഡിറ്റി മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. ലെങ്ത്തിന് മാത്രമായിട്ടുള്ള വേരിയേഷനാണ് വരുന്നതെങ്കിൽ, അത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണെങ്കിൽ നമ്മളതിനെ റേഷനെ പറഞ്ഞ പേര് യങ്സ് മോഡുലസ് എന്നാണ്. ഒരു സ്പ്രിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സ്പ്രിങ് വലിച്ചു നീട്ടുന്ന സമയത്ത് സ്പ്രിങ്ങിൻ്റെ ലെങ്ത്ത് മാത്രമല്ല വ്യത്യാസം വരുന്നത്, സ്പ്രിങ്ങിൻ്റെ ഷേപ്പിനും വ്യത്യാസം വരും. നോക്കൂ, ഈ തരത്തിലുള്ള സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് മാറുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ഷേപ്പ് മാറുന്നു. അപ്പോൾ ഷേപ്പ് കൂടി മാറുന്നത് കൊണ്ട് ആ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിക്ക് നമുക്ക് ഷിയർ മോഡുലസ് എന്ന് പറയാം. ലെങ്ത്ത് മാത്രമാണ് വേരിയേഷൻ വരുന്നതെങ്കിൽ യങ്സ് മോഡുലസ് ആണെങ്കിൽ സ്പ്രിങ്ങിനെ സംബന്ധിച്ച് അതിൻ്റെ ഷേപ്പ് കൂടി വേരിയേഷൻ വരുന്നത് കൊണ്ട് ദ സ്ട്രെച്ചിങ് ഓഫ് ദ കോയിൽ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് ഷിയർ മോഡുലസ് എന്നുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. Okay, so this statement is correct, this is wrong. അടുത്ത പ്രോബ്ലം നോക്കാം. 2 wires of diameter 0.25 cm, one made of steel and other made of brass are loaded as shown in figure. ഇത് സ്റ്റീൽ വയർ ആണ്, ഇത് ബ്രാസ് വയർ ആണ്. ഇവിടെ 4 kg അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ 6 kg അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ കമ്പ്യൂട്ട് ദ ഇലോങ്ങേഷൻ ഓഫ് സ്റ്റീൽ ആൻഡ് ബ്രാസ് വയർസ്. ഈ രണ്ട് വയറിൻ്റെയും ഇലോങ്ങേഷൻ, അതായത് ഡെൽറ്റ എൽ എന്നുള്ള വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്കറിയാം യങ്സ് മോഡുലസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ y is equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. നമുക്ക് അതിൻ്റെ ഇക്വേഷൻ തരത്തിൽ F × L ഡിവൈഡഡ് ബൈ A × ഡെൽറ്റ എൽ. ഇവിടെ കണ്ടെത്തേണ്ടത് ഡെൽറ്റ എൽ ആണ്. സോ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു F × L ഡിവൈഡഡ് ബൈ A. ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ സ്റ്റീൽ വയറിൻ്റെയും ബ്രാസ് വയറിൻ്റെയും സെപ്പറേറ്റ് ആയി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം സ്റ്റീൽ വയർ നോക്കാം. സ്റ്റീൽ വയറിലെ സംബന്ധിച്ചിട്ട് ഇവിടുത്തെ ആകെ മാസം എന്ന് പറയുന്നത് ഈ 4 കിലോഗ്രാമും ഇവിടുത്തെ 6 കിലോഗ്രാം, അത് മൊത്തം 10 കിലോഗ്രാം മാസമാണ് ഈ സ്റ്റീൽ വയറിൽ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F സ്റ്റീൽ ഈസ് ഈക്വൽ ടു
4 plus 6 അല്ലേ 10 into 9.8 ജിയുടെ വാല്യൂ 9.8 സോ വിൽ ഗെറ്റ് 98 ന്യൂട്ടൺ. അതുപോലെ സ്റ്റീലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്റ്റീൽ വയറിൻ്റെ ലെങ്ത് 1.5 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീൽ വയർ എന്ന് പറയുന്നത് πr² നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 3.14 ഇൻറ്റു റേഡിയസ് കണ്ടുപിടിക്കാൻ ഡയമീറ്റർ തന്നിട്ട് 0.25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് 0.125 സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് ആക്കാൻ ഇൻറ്റു 10⁻²² നമുക്ക് ആൻസർ കിട്ടും 4.9 ഇൻറ്റു 10⁻⁻6 മീറ്റർ സ്ക്വയർ. അതേപോലെ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 2 ഇൻറ്റു 10⁻11 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ് തന്നിരിക്കുന്നത് 0.91 ഇൻറ്റു 10⁻11 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ LS കണ്ടുപിടിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫിൻ്റെ വാല്യൂ 98 ഇൻറ്റു L 1.5 ഡിവൈഡഡ് ബൈ 4.9 ഇൻറ്റു 10⁻⁻6 ആണ് ഏരിയ ക്രോസ് സെക്ഷൻ. ദാറ്റ് ഈസ് ദിസ് ഇൻറ്റു യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലിന് 2 ഇൻറ്റു 10⁻11 നമുക്ക് ആൻസർ കിട്ടും 1.5 ഇൻറ്റു 10⁻⁻4 മീറ്റർ. അതാണ് സ്റ്റീൽ വയർ അനുഭവപ്പെടുന്ന ഇലോങ്ങേഷൻ. ഇനി ഇതേപോലെ ബ്രാസ് വയർ അനുഭവപ്പെടുന്ന ഇലോങ്ങേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ബ്രാസ് വയറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആദ്യം കണ്ടെത്താം. ബ്രാസ് വയറിനെ സംബന്ധിച്ച് ഈ 6 കിലോഗ്രാം മാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് പറഞ്ഞാൽ 6 ഇൻറ്റു 9.8 ദാറ്റ് ഈസ് 58.8 ന്യൂട്ടൺ എന്ന് കിട്ടും. അതേപോലെ ലെങ്ത് ഓഫ് ബ്രാസ് വയർ തന്നിരിക്കുന്നത് 1 മീറ്റർ ആണ്. ഏരിയ ക്രോസ് സെക്ഷൻ രണ്ടിൻ്റെയും ഡയമീറ്റർ സെയിം ആയതുകൊണ്ട് ഇതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ സെയിം തന്നെ ആയിരിക്കും 4.9 ഇൻറ്റു 10⁻⁻6 മീറ്റർ സ്ക്വയർ. ഇതേപോലെ ഡെൽറ്റ LB കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഇലോങ്ങേഷൻ ഓഫ് ബ്രാസ് വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 58.8 ഇൻറ്റു 1 മീറ്റർ ആണ് ലെങ്ത് ഡിവൈഡഡ് ബൈ 4.9 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ് 0.91 ഇൻറ്റു 10⁻11 നമുക്ക് ആൻസർ കിട്ടും 1.3 ഇൻറ്റു 10⁻⁻4 മീറ്റർ. അതാണ് ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ബ്രാസ് വയർ. അതേപോലെ ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റീൽ വയർ നമുക്ക് കിട്ടിയത് 1.5 ഇൻറ്റു 10⁻⁻4 മീറ്റർ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാം. അടുത്ത പ്രോബ്ലം നോക്കാം. ദി എഡ്ജ് ഓഫ് ആൻ അലുമിനിയം ക്യൂബ് ഈസ് 10 സെൻറ്റിമീറ്റർ ലോങ്. ഒരു അലുമിനിയം ക്യൂബിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ്. വൺ ഫേസ് ഓഫ് ദ ക്യൂബ് ഈസ് ഫേംലി ഫിക്സ്ഡ് ടു എ വെർട്ടിക്കൽ വാൾ. ഇതൊരു ക്യൂബാണ്, അലുമിനിയം ക്യൂബാണ്. ഈ ഒരു വെർട്ടിക്കൽ വാളിൽ ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. എ മാസ് ഓഫ് 100 കിലോഗ്രാം ഈസ് ദെൻ അറ്റാച്ച്ഡ് ടു ഓപ്പോസിറ്റ് ഫേസ് ഓഫ് ദ ക്യൂബ്. ഇത് ക്യൂബിൻ്റെ ഈ ഫേസാണ് അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിൽ ഒരു 100 കിലോഗ്രാം മാസ് അവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ ഷിയർ മോഡുലസ് ഓഫ് അലുമിനിയം 25 GPa ആണ്. ദാറ്റ് ഈസ് 25 ഇൻറ്റു 10⁻9. വാട്ട് ഈസ് ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഓഫ് ദിസ് ഫേസ്? അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ അറിയാം. ഈ ഭാഗം ക്യൂബിൻ്റെ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എന്തായാലും ഇവിടെ ഈ തരത്തിലുള്ള ഒരു വെർട്ടിക്കൽ ഷിഫ്റ്റ് ഇങ്ങോട്ട് താഴത്തേക്ക് ഉണ്ടാവും. നമുക്കതിനെ ഒന്നുകൂടി എളുപ്പത്തിലായിട്ട് 2 ഡയമെൻഷനായി വരച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ വാള്. ഇത് ക്യൂബിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. ഈ തരത്തിൽ ഒരു ഫേസ് ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. ക്യൂബിൻ്റെ ഒരു ഫേസാണ് ഈ വരച്ചിരിക്കുന്നത്. നമ്മളിവിടെയാണ് 100 കിലോഗ്രാം മാസ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന വെയിറ്റ് ആണ് 100 ഇൻറ്റു 9.8. അപ്പോൾ ഈ ഒരു ഫോഴ്സ് ഇവിടെ ഫിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ടുണ്ടാവും. അതേപോലെ ഈ ഫോഴ്സ് ഇങ്ങോട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് ഒരു ഷിയർ സ്ട്രെയിനാണ് ഉണ്ടാവാൻ പോകുന്നത്. അതായത് ഈ ഭാഗം ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിപ്പോയി. അതായത് എക്സ് എന്നുള്ള ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഷിഫ്റ്റാണ് ഇവിടെ കാണുന്നത്. അതാണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഓഫ് ദിസ് ഫേസ്. അതായത് ഈ ഫേസ് ഇങ്ങനെ ഇരിക്കുന്ന ഫേസ് ഇവിടെ ഒരു മാസ് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇവിടേക്ക് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഈ ഫേസ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ദിസ് ആംഗിൾ ഈസ് തീറ്റ. അപ്പോൾ നമുക്കിവിടെ ഷിയർ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ പറ്റും. ഷിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഷിഫ്റ്റ് ദാറ്റ് ഈസ് എക്സ് ഡിവൈഡഡ് ബൈ എ. എന്നുള്ളത് അതിൻ്റെ സൈഡാണ്, അതിൻ്റെ സൈഡിൻ്റെ ലെങ്ത് ആണ്. എക്സ് എന്നുള്ളത് ഇവിടെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം റിജിഡിറ്റി മോഡലിൻ്റെ ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. അത് ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തീറ്റയാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ദിസ് സൈഡ് ദാറ്റ് ഈസ് എക്സ് ഡിവൈഡഡ് ബൈ എ. അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എഫ് ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എക്സ്. ഈ എക്സ് എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ദാറ്റ് ഈസ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ. എത്ര താഴത്തേക്ക് ഡിഫ്ലക്ട് ചെയ്തു എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു അപ്പോൾ എഫ് ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു എ. വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. എഫിൻ്റെ വാല്യൂ നമുക്കറിയാം 100 കിലോഗ്രാം ആയതുകൊണ്ട് 100 ഇൻറ്റു 9.8 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൻ്റെ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 0.1 മീറ്റർ ഡിവൈഡഡ് ബൈ റിജിഡിറ്റി മോഡുലസ് തന്നിട്ട് 25 GPa. സോ 25 ഇൻറ്റു 10⁻9 ഇൻറ്റു
ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് 0.9 സൈഡ് ഏരിയ എന്നുള്ളത് സൈഡ് 0.1 ആയതുകൊണ്ട് 0.1 ദി ഹോൾ സ്ക്വയർ സൈഡ് ഇൻറ്റു സൈഡ് ആയിരിക്കും ഏരിയ, ദാറ്റ് ഈസ് 0.1 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും 3.92 ഇൻറ്റു 10⁻⁻7 മീറ്റർ. അപ്പോൾ ഈ വാല്യൂ വളരെ ചെറുതാണ്. അത്രയും ചെറിയ ഷിഫ്റ്റ് ആയിരിക്കും ഈ മാസ് ഇവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ദാറ്റ് ഈസ് ദിസ് വാല്യൂ ഓഫ് എക്സ് ഈസ് 3.92 ഇൻറ്റു 10⁻⁻7 മീറ്റർ. അടുത്ത പ്രോബ്ലം നോക്കാം. 4 identical hollow cylindrical column of mild steel support a big structure of 50,000 kilogram. Support a big structure of 50,000 kilogram. 50,000 kilogram ഉള്ള ഒരു ബിഗ് സ്ട്രക്ചറിനെ 4 ഹോളോ സിലിണ്ടറിക്കൽ കോളം ഓഫ് മൈൽഡ് സ്റ്റീൽ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. The inner and outer radius of each column are 30 and 60 centimeter. ഈ കോളം എന്ന് പറയുന്നത് അത് ഹോളോ ടൈപ്പാണ്. അതായത് ഈ തരത്തിലുള്ള ഈ ഭാഗത്ത് ഹോളോ ആണ്. അപ്പോൾ ഇതിന് ഔട്ടർ റേഡിയസും ഉണ്ട്, ഇന്നർ റേഡിയസും ഉണ്ട്. ഔട്ടർ റേഡിയസ് 60 സെൻറ്റിമീറ്റർ ആണ്, ഇന്നർ റേഡിയസ് 30 സെൻറ്റിമീറ്റർ ആണ്. അസ്യൂമിങ് ദ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ബി യൂണിഫോം, കാൽക്കുലേറ്റ് ദി കംപ്രഷൻ സ്ട്രെയിൻ ഓഫ് ഈച്ച് കോളം. ഓരോ കോളത്തിലും അനുഭവപ്പെടുന്ന കംപ്രഷൻ സ്ട്രെയിൻ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മളൊരു കോളം എടുത്തു കഴിഞ്ഞാൽ ഈ തരത്തിലായിരിക്കും. ഇവിടെ ഫോഴ്സ്, അതിൻ്റെ വെയിറ്റ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, അതിനെതിരായിട്ട് ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് തരത്തിൽ ഇങ്ങോട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സിൻ്റെയും ഇൻഫ്ലുവൻസിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു കംപ്രഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ കംപ്രസീവ് സ്ട്രെയിൻ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് യങ്സ് മോഡുലസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമുക്കറിയാം ടോട്ടൽ ഫോഴ്സ് കണ്ടെത്തണമെങ്കിൽ 50 കിലോഗ്രാം മാസാണ് ഇവിടെ. ടോട്ടൽ ഫോഴ്സ് കണ്ടെത്തണമെങ്കിൽ 50,000 കിലോഗ്രാം മാസാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എഫ് ഈസ് ഇക്വൽ ടു എം ജി, ദാറ്റ് ഈസ് 50,000 ഇൻറ്റു 9.8, ദാറ്റ് ഈസ് 49,000 ന്യൂട്ടൺ. ഇത് ഈ 4 കോളത്തിലും കൂടി ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഫോഴ്സ് പെർ കോളം എന്ന് പറയുന്നത് 49,000 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് 12,250 ന്യൂട്ടൺ. ഓക്കെ, ഇനി നമുക്കിവിടെ ഇതിൻ്റെ ഏരിയ കണ്ടെത്തണം. ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഔട്ടർ റേഡിയസ് തന്നിട്ടുണ്ട്, ഇന്നർ റേഡിയസ് തന്നിട്ട് നമുക്ക് ഈ ഒരു റീജിയൻ്റെ, അതായത് ഈ ഒരു ഏരിയ ആണ് കണ്ടെത്തേണ്ടത്. അതായത് ഔട്ടർ റേഡിയസ് 0.6 മീറ്റർ, ഇന്നർ റേഡിയസ് 0.3 മീറ്റർ. സോ ഇഫക്റ്റീവ് ഏരിയ എ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു r0 സ്ക്വയർ മൈനസ് RI സ്ക്വയർ. ദാറ്റ് ഈസ് ഔട്ടർ റേഡിയസ് ആണ് R1 എടുത്തിരിക്കുന്നത്, ഇന്നർ റേഡിയസ് ആണ് RI. ദാറ്റ് ഈസ് 3.14 ഇൻറ്റു 0.6 സ്ക്വയർ മൈനസ് 0.3 സ്ക്വയർ. അപ്പോൾ 0.85 മീറ്റർ സ്ക്വയർ ആണ് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഒരു കോളത്തിൻ്റെ ഏരിയ. നമുക്ക് ഒരു കോളത്തിൻ്റെ കാൽക്കുലേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രെസ് ഡിവൈഡഡ് ബൈ വൈ ആണ്. അതായത് വൈ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സോ കംപ്രസീവ് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു കംപ്രസീവ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വൈ. ഇനി സ്ട്രെസ് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ബൈ എ ആണ്. എഫ് ബൈ എ ബൈ വൈ, അപ്പോൾ എഫ് ബൈ എ ഇൻറ്റു വൈ എന്ന് കിട്ടും. വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. എഫ് നമ്മൾ കണ്ടെത്തി. ഫോഴ്സ് പെർ കോളം എന്ന് പറയുന്നത് 12,250 ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് 0.85 ഇൻറ്റു മൈൽഡ് സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ഇൻറ്റു 10⁻11 ആണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 7.2 ഇൻറ്റു 10⁻⁻7. കംപ്രസീവ് സ്ട്രെയിൻ ആണ്. സ്ട്രെയിനെ സംബന്ധിച്ച് നമുക്കറിയാം യൂണിറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7.2 ഇൻറ്റു 10⁻⁻7 ആയിരിക്കും ഇവിടെ ഒരു കോളത്തിൽ ആക്ട് ചെയ്യുന്ന കംപ്രഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം നോക്കാം. എ പീസ് ഓഫ് കോപ്പർ ഹാവിങ് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഓഫ് 15.2 millimeter into 19.1 millimeter is pulled in tension with a force of 44,500 Newton. അതായത് ഈ തരത്തിലുള്ള ഒരു കോപ്പർ ബ്ലോക്കാണ്. 44,500 ന്യൂട്ടൺ ആണ് ഈ തരത്തിൽ പുള്ളി ചെയ്യുന്ന ഫോഴ്സ്. ഇതിൻ്റെ പീസിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 15.2 millimeter into 19.1 millimeter ആണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ദെൻ കാൽക്കുലേറ്റ് ദി റിസൾട്ടിങ് സ്ട്രെയിൻ. നമുക്ക് സ്ട്രെയിൻ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഏരിയ നമുക്ക് എഴുതാം 15.2 ഇൻറ്റു 10⁻³ മില്ലിമീറ്ററെ മാറ്റി മെട്രിക് ആക്കി ഇൻറ്റു 19.1 ഇൻറ്റു 10⁻3. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി 15.2 ഇൻറ്റു 19.1 ഇൻറ്റു 10⁻6 മീറ്റർ സ്ക്വയർ അങ്ങനെ എഴുതി. ഇവിടെ കണ്ടെത്തേണ്ടത് സ്ട്രെയിൻ ആണ്. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് കാണേണ്ടത്. അപ്പോൾ യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. സോ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ വൈ. സ്ട്രെസ് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഡിവൈഡ് ബൈ എ ആണ് ഇൻറ്റു വൈ. എഫിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 44,500 ഡിവൈഡഡ് ബൈ ഏരിയ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 15.2 ഇൻറ്റു 19.1 ഇൻറ്റു 10⁻6 ഇൻറ്റു ദെൻ
കോപ്പറിനെ സംബന്ധിച്ച് കോപ്പറിൻ്റെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് 1.1 ഇൻറ്റു 10⁻11 ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിലെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 1.39 ഇൻറ്റു നമ്മളെ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 1.39 ഇൻറ്റു 10⁻³ എന്നുള്ളതായിരിക്കും. നേരത്തെ പോലെ ട്രെയിൻ ആയതുകൊണ്ട് യൂണിറ്റ് ഇല്ല. ആൻസർ 1.39 ഇൻറ്റു 10⁻³ അടുത്ത പ്രോബ്ലം. എ സ്റ്റീൽ കേബിൾ വിത്ത് എ റേഡിയസ് ഓഫ് 1.5 സെൻറ്റിമീറ്റർ സപ്പോർട്ട്സ് എ ചെയർ ലിഫ്റ്റ് അറ്റ് എ സ്കൈ ഏരിയ. നമ്മൾ റോപ്പയിലൊക്കെ ഉപയോഗിക്കുന്ന ചെയർ, ആ ചെയർ ലിഫ്റ്റിൻ്റെ ആ കേബിളിൻ്റെ റേഡിയസ് ആണ് തന്നിരിക്കുന്നത് 1.5 സെൻറ്റിമീറ്റർ. ഇത് മാക്സിമം സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ്, ആ റോപ്പിൻ്റെ മാക്സിമം സ്ട്രെസ് ഇതിനേക്കാൾ എക്സീഡ് ചെയ്യുന്നില്ല. 10⁻8 Nm/m² ആണ്. വാട്ട് ഇസ് ദി മാക്സിമം ലോഡ് ദ കേബിൾ ക്യാൻ സപ്പോർട്ട്. അപ്പോൾ അതാണ് കേബിൾ വയർ. ഇവിടെയാണ് നമ്മുടെ ചെയർ, ഇവിടെയാണ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ഈ തരത്തിലുള്ള ആളിരിക്കുന്ന സമയത്ത് വെയിറ്റ് ഈ തരത്തിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ റോപ്പിൻ്റെ റേഡിയസ് ആണ് തന്നിരിക്കുന്നത് 1.5 സെൻറ്റിമീറ്റർ. അതിനെ 1.5 ഇൻറ്റു 10⁻² മീറ്റർ എന്ന് എഴുതാം. അപ്പോൾ റോപ്പിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ πr². സോ 3.14 ഇൻറ്റു 1.5 ഇൻറ്റു 10⁻² നമുക്ക് ആൻസർ കിട്ടും 7.1 ഇൻറ്റു 10⁻⁴ m². നമുക്കിവിടെ കണ്ടെത്തേണ്ടത് വാട്ട് ഇസ് ദ മാക്സിമം ലോഡ്, എത്ര ലോഡ് വരെ ഈ കേബിളിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ മാക്സിമം വാല്യൂ തന്നെ 10⁸ Nm/m² ആണ്. നമുക്ക് ഇക്വേഷൻ അറിയാം. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. സ്ട്രെസ് 10⁸ ഇൻറ്റു ഏരിയ നമുക്ക് കണ്ടെത്തി 7.1 ഇൻറ്റു 10⁻⁴. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 7.1 ഇൻറ്റു 10⁴ Newton. സോ ദാറ്റ് ഈസ് ദ maximum load the cable can support, 7.1 into 10⁻⁴ Newton. Last problem. A rigid bar of mass 15 kg is supported symmetrically by the 3 wires of each 2 meter long. 50 kg മാസുള്ള ഒരു റിജിഡ് ബാർ ആണിത്. ഇതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 3 വയേഴ്സ് ഉപയോഗിച്ചാണ്. ദോസ് അറ്റ് ഈച്ച് എൻഡ് ആർ കോപ്പർ. 3 വയറുകളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിജിഡ് സപ്പോർട്ടിൽ നിന്ന്. അപ്പോൾ ഈ 2 വയേഴ്സും കോപ്പറാണ്. ആൻഡ് ദ മിഡിൽ വൺ ഈസ് അയൺ. ഡിറ്റർമിൻ ദ റേഷ്യോ ഓഫ് ദ ഡയമീറ്റേഴ്സ് ഓഫ് ഈച്ച് ഹാവിങ് സെയിം ടെൻഷൻ. ഇതിലൊക്കെ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ഒരേപോലെയാണ്. ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് സെയിമാണ്. ഇതെല്ലാം തന്നിട്ടുണ്ട്. ലെങ്ത്ത് സെയിമാണ്. ഇവിടെയുള്ള ഇലോങ്ങേഷനും സെയിമാണ്. നമുക്ക് കണ്ടെത്തേണ്ടത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡയമീറ്റേഴ്സ്. ഈ 2 വയറിൻ്റെയും ഡയാമീറ്ററിൻ്റെ റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ലെങ്ത്ത് സെയിമാണ്, ഇലോങ്ങേഷൻ സെയിമാണ്, ഫോഴ്സ് സെയിമാണ്. ടെൻഷൻ സെയിം ആയതുകൊണ്ട് ഫോഴ്സ് സെയിമാണ്. നമുക്ക് ഈ വയറിൻ്റെ ഏരിയ കണ്ടെത്താം. ഏരിയ ഈസ് ഈക്വൽ ടു πr². റേഡിയസിനെ ഡയമീറ്റർ ടേമിൽ എഴുതുമ്പോൾ d/2 എന്ന് എഴുതാം. സോ π ഇൻറ്റു d/2². സോ πd²/4. യങ്സ് മോഡുലസിൻ്റെ ഫോർമുല നമുക്കറിയാം. FL ഡിവൈഡഡ് ബൈ A ഇൻറ്റു ΔL. സോ F ഇൻറ്റു L. ഏരിയനെ നമുക്ക് ഡയമീറ്ററിൻ്റെ ടേമിൽ എഴുതുമ്പോൾ π ഇൻറ്റു d/2² ഇൻറ്റു ΔL. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫോഴ്സ് സെയിമാണ്, L സെയിമാണ്, ΔL സെയിമാണ്, π കോൺസ്റ്റൻ്റ് ആണ്. ഇതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ സോ Y ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/d². ബാക്കിയെല്ലാം തന്നെ 2 വയറിനെ സംബന്ധിച്ചും സെയിമാണ്. സോ Y ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/d², ഓർ d² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/y, ഓർ d ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√5. അപ്പോൾ നമുക്ക് ഡയമീറ്ററും യങ്സ് മോഡുലസും തമ്മിലുള്ള റിലേഷൻ കിട്ടി. നമ്മൾ കണ്ടെത്തേണ്ടത് ഡയമീറ്റർ ഓഫ് copper wire to the diameter of iron, that is DCU divided by DFE is equal to square root of നമുക്കറിയാം ഡയമീറ്റർ നേരെ യങ്സ് മോഡുലസിന് റെസിപ്രോക്കലിന് ഡയമീറ്റർ യങ്സ് മോഡുലസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അതിൻ്റെ സ്ക്വയർ റൂട്ടിന്. അപ്പോൾ നമുക്ക് യങ്സ് മോഡുലസ് ഓഫ് FE ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് C എന്ന് റിവേഴ്സ് ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടിൻ്റെ വാല്യൂ നമുക്ക് അറിയേണ്ടതാണ്. ദാറ്റ് ഈസ് യങ്സ് മോഡുലസ് ഓഫ് അയൺ എന്ന് പറയുന്നത് 1.9 ഇൻറ്റു 10⁻11. അതുപോലെ യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ എന്നുള്ളത് 1.1 ഇൻറ്റു 10⁻11. നമുക്ക് സോൾവ് ചെയ്ത ആൻസർ കിട്ടും 1.31. സോ ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡയമീറ്റേഴ്സ് ഓഫ് കോപ്പർ ടു അയൺ വയർ. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാം. ഇതോടുകൂടി നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ കുറേ പ്രോബ്ലംസും അതുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻസും ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സോട് കൂടി ഈ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട NCERT ടെക്സ്റ്റിലുള്ള എല്ലാ തിയറി ആസ്പെക്റ്റുകളും അതേപോലെ അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസും ഒക്കെ ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള 10ാമത്തെ ചാപ്റ്റർ, പ്ലസ് 1 ഫിസിക്സിലെ 10ാമത്തെ ചാപ്റ്ററിലെ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. സോ വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.